സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയുടെ ജീവിതത്തിലേക്ക് അവളുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കാനും നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് അവൾ പോകാനും വീണ്ടും ഒരു പ്രോജക്റ്റ് അലികയിൽ എത്തുന്നുണ്ട്. അത് മാനസയ്ക്ക് ചോർത്തി കൊടുക്കാനും മാനസയിൽ നിന്നും തനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടാനും വേണ്ടി ശ്രീദേവി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. ശത്രുവായ കൺമണിയെ പ്രശംസകൾ കൊണ്ട് മൂടാനും അങ്ങനെ കൺമണിയെ തന്നോട് അടുപ്പിക്കാനും ശ്രീദേവി മറക്കുന്നില്ല. ഒട്ടും ഇഷ്ടമില്ലാതിരുന്നിട്ടും അത് പറയുമ്പോൾ കൺമണിക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകുമെന്ന് കരുതി കൺമണിയും കൃഷ്ണനും തമ്മിൽ ഒടുക്കത്തെ ചേർച്ചയാണെന്ന് വരെ ശ്രീദേവി പറഞ്ഞു കളയുന്നുണ്ട്. കൺമണി ആരാമോൾ, അവളുടെ അടുത്ത് ശ്രീദേവിയുടെ എന്നല്ല ആരുടെ ഒരടവും നടക്കില്ല. പ്രശംസകളെയൊക്കെ ഒരു കാതിൽ കൂടി കേട്ട് മറ്റേ ചെവിയിൽ കൂടി അവൾ പുറത്തു വിടുകയാണ്. അതിനിടയിൽ കൃഷ്ണനെ ഒന്ന് കളിപ്പിക്കാനും ഒന്ന് ടെൻഷൻ അടിപ്പിക്കാനും കൺമണി മറക്കുന്നില്ല. കൺമണി ശ്രീദേവിയോട് ഒരു കാര്യവും തുറന്നു പറയാനൊന്നും പോകുന്നില്ല. കൺമണിയുടെ മനസ്സിലുള്ള ഡിസൈനെ കുറിച്ചാണല്ലോ അവൾ ചോദിക്കുന്നത്. കൺമണിയാണെങ്കിൽ അത്ര മണ്ടിയൊന്നുമല്ല. അവൾ എന്തിനാ അതിനെപ്പറ്റി ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൺമണി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കല്യാണ സമ്മാനമായിട്ട് ഒരു ഉഗ്രൻ പ്രസൻ്റാണ് കേട്ടോ കൺമണിയെ കാത്തിരിക്കുന്നത്. ഈ നേട്ടത്തോടെ മിക്കവാറും സുജാതയ്ക്ക് കൺമണിയോടുള്ള വെറുപ്പ് തീരുമാനിക്കണം. മാനസ ഒരിക്കലും തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാനൊന്നും ഒരുക്കമല്ല. അവൾ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. പിടിച്ചാൽ പിടിവില്ലാത്ത ഉടുമ്പാണല്ലോ അവൾ. കൃഷ്ണനെ കിട്ടണമെന്ന് വാശി പിടിച്ച് അത് പിടിവിടാതെ നിന്നവൾ ബലരാമനെ കണ്ടതോടെയാണല്ലോ മനസ്സ് മാറിയത്. ഇപ്പോൾ അതായി ലക്ഷ്യം. എങ്ങനെയും ബലരാമനെ നേടണമെന്ന് പിന്നാലെ നടന്ന് ബലരാമനെ കൊണ്ട് കല്യാണത്തിന് മാനസ സമ്മതിപ്പിക്കുകയായിരുന്നു എന്നും അതിനെക്കുറിച്ച് ഒരക്ഷരം സംസാരിക്കുന്നത് തങ്ങളോട് കാണിച്ച നാടകമായിരുന്നു എന്നെല്ലാം സുജാത അറിഞ്ഞു കഴിഞ്ഞാൽ മാനസയെ അവർ വെറുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാനസ തൻ്റെ ലക്ഷ്യം നേടാൻ നല്ല പിള്ള ചമഞ്ഞ് വീണ്ടും ബലരാമൻ്റെ അടുത്ത് എത്തുകയാണ്. ബലരാമൻ്റെ ഉള്ളിൽ ആ പഴയ സ്നേഹം എവിടെയോ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മാനസയെ കണ്ടിട്ടും ഒരു ദേഷ്യമോ വെറുപ്പോ ഒന്നും ബലരാമൻ കാണിക്കുന്നില്ല. നല്ല സ്നേഹത്തോടെ ബലരാമൻ സാറിനെ വേണ്ടായിരിക്കും, പക്ഷേ എനിക്ക് സാറിനെ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ മാനസ പോയി കഴിഞ്ഞതിന് ശേഷം ബലരാമന് മാനസയെ വേണമെന്ന് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ബലരാമൻ. കൂടാതെ സുമിത്രയും മാനസയെ കല്യാണം കഴിക്കണമെന്നെല്ലാം ബലരാമനോട് ആവശ്യപ്പെട്ടിരുന്നല്ലോ. ശ്രീദേവി മാനസയോട് അലികയിൽ പുതിയ പ്രോജക്റ്റ് വന്നിട്ടുണ്ട് എന്നും ഒരു ഉഗ്രൻ പ്രോജക്റ്റാണെന്നും അത് കൺമണി വഴി അലികയിൽ വന്നു ചേർന്നാൽ ചിന്തിക്കാൻ കഴിയാത്ത നേട്ടമാണ് കൺമണിയെ കാത്തിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ വരുണായിട്ട് മാനസ ചർച്ച ചെയ്യുമ്പോൾ വരുൺ വീണ്ടും വിട്ടിവേഷം കെട്ടാനായിട്ട് ഒരുങ്ങാണ്. ഞാൻ കൺമണിയായിട്ട് അംഗത്തിനിറങ്ങുകയാണെന്നും ഇനി ഒരു ഡിസൈൻ കൺമണി ചെയ്യില്ല എന്നും വരുൺ പറയുന്നുണ്ട്. അക്കാര്യം വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ മനോജ് ഈ ഡിസൈൻ മോള് തന്നെ നേടുമെന്നൊക്കെ പറഞ്ഞ് കൺമണിയെ ഉമ്മ വയ്ക്കുകയാണ്. ഗോകുലും അത് അപ്പം തന്നെ നേടുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് രാത്രി ഫോൺ വിളിച്ചുകൊണ്ട് നിന്ന കൺമണി എന്തോ ഒരു ശബ്ദം പുറത്തു നിന്ന് കേട്ടപ്പോൾ അത് ശ്രദ്ധിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.